അമൃത, വൈദ്യപരിശോധന പൂർത്തിയായിട്ടില്ല. ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് സുഗതന്റെ വൈദ്യപരിശോധനകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളടക്കമുള്ളത് കൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാതെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ വാർഡ് കൗൺസിലറെ കൊണ്ടുവരിക എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ഇന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കില്ല, മറിച്ച് നാളെ ആയിരിക്കും സുഗതനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവുക. അതിൽ കാപ്പ കേസിലാണ് വാർഡ് കൗൺസിലർ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതൻ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സുഗതൻ. നേരത്തെ തന്നെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഈ സ്ഥാനാർത്ഥിത്വമടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമടക്കം വലിയ വിവാദമായതാണ്. അതിന് പിന്നാലെ ഈ അവസാനമായി ഉത്സവ പറമ്പിലുണ്ടായ സംഘർഷത്തിലാണ് വധശ്രമത്തിന് ഈ സുഗതനെതിരെ കേസെടുത്തത്. അതിനുശേഷം പോലീസിന്റെ ഒളിവിൽ കഴിയുകയായിരുന്നു, പോലീസ് അന്വേഷണം നടക്കുകയായിരുന്നു. പിന്നീട് ഈ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ സുഗതൻ ഹൈക്കോടതിയിൽ പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ പോലീസ് തുടർ നടപടി എന്നോണമാണ് ഇന്ന് വാഴോട്ടുകോണത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ അറസ്റ്റിനിടയിലാണ് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്തതിനു ശേഷം സുഗതനെ എത്തിക്കുന്നു. അതിനുശേഷമാണ് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴും ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സുഗതൻ ഇപ്പോൾ പോലീസ് ബസ്സിൽ കയറി പോയിട്ടുള്ളത്. അതിൽ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അത് നിയമപരമല്ല, അതുപോലെ തന്നെ ഈ അസുഖമായി കിടക്കുമ്പോൾ വീട്ടിൽ കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ BJPയുടെ ഭാഗമായി ഇപ്പോൾ വരുന്നത്. മറ്റ് BJP നേതാക്കളുടെ ഒന്നും പ്രതികരണം ലഭിച്ചിട്ടില്ല. പക്ഷേ BJPയുടെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 3 ദിവസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നോട്ടീസ് ലഭിച്ചത്. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ പോലീസ് ഒരു പ്രശ്നമുണ്ടാക്കി ഒരു സംഘർഷ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് BJPയുടെ ഭാഗമായി വരുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് അവിടെ സുഗതൻ എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവ സ്ഥലത്തെത്തുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നിയമവശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസിലെ പ്രതിയാണ്, വധശ്രമ കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് വട്ടിയൂർക്കാവ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആകാശത്തേക്ക് വെടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ BJP പ്രവർത്തകരടക്കം അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസിനെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കൂടുതൽ പോലീസുകാർ എത്തിയിട്ടും ഈ BJP പ്രവർത്തകരെ പ്രതിഷേധിക്കുകയും പോലീസിനെ വളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണമായി വരുന്നത്. എന്നാൽ അത് കൂടുതൽ BJP രാഷ്ട്രീയ ആരോപണമാക്കി മാറ്റാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം നേരത്തെയും വട്ടിയൂർക്കാവ് പോലീസിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു BJP. അത് രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഈ BJP പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ BJP ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ പല വിഷയങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് ഈ ഒരു വിഷയം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ BJP പ്രതിഷേധിക്കും, നാളെയും തുടർ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കില്ല, മറിച്ച് നാളെ ആയിരിക്കും ഈ സുഗതനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം. മേഘന, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വൈദ്യപരിശോധന അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നടപടികൾക്കൊക്കെ ശേഷം ഇയാളെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക? അമൃത, നിലവിൽ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. ശേഷം സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ ഇപ്പോൾ സുഗതനെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. അപ്പോഴും BJPയുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ജനറൽ ആശുപത്രിയുടെ പരിസരത്തടക്കം BJP പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ, ജനറൽ ആശുപത്രിയുടെ പരിസരം, അതുപോലെ തന്നെ ഈ അറസ്റ്റ് നടന്ന വാഴോട്ടുകുളം എവിടേക്കൊക്കെ BJPയുടെ പ്രാദേശിക പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സേനയും ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പോലീസ് വാഹനം കന്റോൺമെന്റ് വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ വൈകാതെ തന്നെ അയാളെ പുറത്തേക്ക് കൊണ്ടുവരും. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം സുഗതനെ. മേഘന, തുടരൂ. പോലീസ് വാഹനത്തിന്റെ ഉണ്ടോ? നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മേഘന. വാർത്താ
വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെയാണ് ഇപ്പോൾ സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. വൈദ്യപരിശോധന അല്പസമയം മുന്നെയാണ് പൂർത്തിയായത്. അതിനുശേഷം ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം ഈ വാഴോട്ടുകോണത്ത് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷമാണ് വൈദ്യപരിശോധന നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ അല്പസമയം മുന്നേ 10 മണിയോടുകൂടിയാണ് ഈ വാഴോട്ടുകോണത്ത് നിന്ന് അതിനാടകീയമായി വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള BJP പ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുഗതനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ പോലീസ് കൂടുതൽ നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കി, അത് മനഃപൂർവ്വം സൃഷ്ടിച്ചു എന്നുള്ളതാണ് BJPയുടെ ഒരു ആരോപണമായി വരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് BJPയുടെ ഭാഗം എന്ന് പറയുന്നത് അവർക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷെ അത് പോലീസ് മനഃപൂർവ്വം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സുഗതനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നില്ല, മറിച്ച് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് കഴിയും. അതിനുശേഷം നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവുക. അല്പസമയം മുന്നെയാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് ബസ്സിലാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് തനിക്ക് എന്നുള്ളതായിരുന്നു സുഗതന്റെ ഭാഗം. ചിക്കൻ ബോക്സ് ആയിരുന്നു, അതുപോലെ തന്നെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് സുഗതന്റെ ഭാഗമായി വരുന്നത്. അങ്ങനെ ഒരു നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കി ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സുഗതൻ പറയുന്നത്. പക്ഷെ പോലീസ് അങ്ങനെയല്ല പറയുന്നത്. കൂടാതെ കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ കൂടുതൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും സുഗതൻ അതിൽ പ്രതികരിക്കുന്നത്, ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ അവിടെ അങ്ങനെ രാത്രിയിൽ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സുഗതൻ പറഞ്ഞത്. അതുപോലെ തന്നെ BJP നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തുകയാണ്. കന്റോൺമെന്റ് പോലീസ് ഈ കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ BJPയുടെ പ്രതിഷേധത്തിനോ മറ്റോ സാധ്യത കാണുന്നുണ്ടോ മേഘന? നിലവിൽ ഞങ്ങളിപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇവിടെ കൂടുതൽ BJP പ്രവർത്തകരില്ല. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു ധാരണ പുറത്ത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് കൂടുതൽ BJP പ്രവർത്തകർ ഉള്ളത്. ഇപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.